Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020. And now I am doing third year MBBS in AIMS Nagpur. We'll continue with part 3 of photosynthesis in higher plants. ഇന്ന് നമുക്ക് ആക്ച്വലി പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ ഹയസ്റ്റ് yielding ആയ ചില സൈക്കിൾസ്, അതായത് C3 സൈക്കിൾ, C4 സൈക്കിൾ ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ കാണും. അത് കഴിഞ്ഞ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസും കൂടെ കഴിഞ്ഞ് NCERT സൊല്യൂഷൻ കൂടെ ചെയ്താൽ ദി ചാപ്റ്റർ വിൽ ബി ഓവർ. അപ്പോൾ എനിക്ക് സ്ട്രെസ് ഓൺ ചെയ്യാനുള്ളത് ഇന്നത്തെ ടോപ്പിക്കിൽ ആദ്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ 3 സൈക്കിൾസും എവിടെയാണ് നടക്കുന്ന, സൈറ്റ് എങ്ങനെയാ, ഏതൊക്കെ പ്ലാന്റ്സിലാണ് നടക്കുന്ന, എക്സാമ്പിൾ എങ്ങനെയാ, ഈ എല്ലാ കാര്യങ്ങളും എന്തായാലും അറിഞ്ഞിരിക്കണം. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ NCERT സോൾവ് ചെയ്യും. ഞാൻ ഇന്നലെ പഠിപ്പിച്ച ജസ്റ്റ് ഒന്ന് പറയാണ്. നമ്മൾ എന്ത് കണ്ടു? ലൈറ്റ് റിയാക്ഷൻ കണ്ടു. ആൻഡ് നമ്മൾ പഠിച്ചു ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ്. ലൈറ്റ് റിയാക്ഷൻ എന്തിനു വേണ്ടി നടക്കുന്ന അസിമുലേറ്ററി പവർ ഓഫ് ഫോട്ടോസിന്തസിസ്, അതായത് ATPയും NADPHും ഉണ്ടാക്കാനാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് അക്കേഴ്സ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റ് റിയാക്ഷനിലെ അസിമുലേറ്ററി പവർ, അതായത് ATPയും NADPHും ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ നടക്കുക? നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഡാർക്ക് റിയാക്ഷനിലെ സബ്സ്ട്രേറ്റ്സ് ഓൾറെഡി നമ്മുടെ റെഡിയാണ്, ATPയും NADPHും. അതെടുത്ത് നമ്മളിനി ഡാർക്ക് റിയാക്ഷൻ നടക്കണം. ഡാർക്ക് റിയാക്ഷൻ ലൈറ്റിന്റെ നെസസിറ്റി ഇല്ല. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ എന്തൊക്കെ കിട്ടിയെന്ന് കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കണ്ടു? സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷൻ കണ്ടു. കെമി ഓസ്മോസിസ് കണ്ടു. കെമി ഓസ്മോസിസ് വഴി എങ്ങനെയാണ് ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റായി വന്നിരുന്നത്, ആരൊക്കെ അതിന് സഹായിച്ചു. ആൻഡ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ആയപ്പോൾ കിട്ടിയ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്തു? നമ്മുടെ ADPനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്ത്, ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് വെച്ച് ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് നമുക്ക് ATP തന്നു. ആൻഡ് അറ്റ് ദി എൻഡ് നമുക്ക് ഇപ്പൊ ATP നമ്മുടെ കയ്യിൽ ഉണ്ടായി. ആൻഡ് ഈ ATP NADP വെച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാ? ഇനി നമ്മൾ ഡാർക്ക് റിയാക്ഷൻ തുടങ്ങാൻ പോവാ. ഡാർക്ക് റിയാക്ഷൻ നമ്മൾ കണ്ടത് എന്താ ഇതുവരെ? ഡാർക്ക് റിയാക്ഷന്റെ പേരെന്താ? ആ സൈക്കിളിന്റെ പേര് C3 സൈക്കിൾ. എന്തുകൊണ്ടാ C3 സൈക്കിൾ? ബിക്കോസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എത്ര കാർബൺ ഉള്ളതാ? 3 കാർബൺ ഉള്ളതായതുകൊണ്ടാണ് അതിന് C3 സൈക്കിൾ എന്ന് വിളിച്ചത്. ആൻഡ് അതിന്റെ വേറെ പേര് കാൽവിൻ സൈക്കിൾ. ഇനി C3 സൈക്കിൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തത് ഏത് സയന്റിസ്റ്റ് ആണെന്ന് വെച്ചാൽ എന്താ പറയാ? മെൽവിൻ കാൽവിൻ. ആൻഡ് ഏത് ഓർഗാനിസത്തിലാണ് ഈ C3 സൈക്കിൾ ഡിസ്കവർ ചെയ്തതെന്ന് വെച്ചാൽ യൂണിസെല്ലുലാർ ആൽഗെ ആയ ക്ലോറെല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഡാർക്ക് റിയാക്ഷൻ ഏത് സൈറ്റിലാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ എന്ത് പറയും? സ്ട്രോമ. സ്ട്രോമയിൽ നടക്കാൻ കാരണം എന്താ? എന്തെങ്കിലും ഒരു ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ആ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മെയിൻ സാധനം എന്താ? Rubisco, which is the most abundant protein. Rubisco എങ്ങനെ? The most abundant protein in whole of biosphere. Whole of biosphere most abundant protein കണ്ടു. അതാണ് റുബിസ്കോ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. റുബിസ്കോ ആക്ച്വലി എങ്ങനെയാ? ബൈ ഫങ്ഷണൽ ആണ്. ബൈ ഫങ്ഷണൽ ആന്ന് വെച്ചാൽ അതിന് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്? കാർബോക്സിലേസ് ആക്ടിവിറ്റി ഉണ്ട്, ഓക്സിജനേസ് ആക്ടിവിറ്റി ഉണ്ട്. 2 നിറങ്ങൾ കാണിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമ്പോൾ എങ്ങനെ റുബിസ്കോ പതുക്കെ കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ ജോയിൻ ചെയ്യും. ഇനി അതേമാതിരി ഓക്സിജനേസ്, ഓക്സിജന്റെ പ്രസൻസിൽ റുബിസ്കോ RUBP ആരുടെ കൂടെ ജോയിൻ ചെയ്യും? ഓക്സിജന്റെ കൂടെ ജോയിൻ ചെയ്ത് ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കും. ഇനി നമ്മൾ C3 സൈക്കിൾ പഠിക്കുന്നത് എങ്ങനെ RUBP CO2യുടെ കൂടെ കമ്പൈൻ ചെയ്ത് കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണുമ്പോഴാണ്. അതേമാതിരി ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കുന്ന സൈക്കിളിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് വിളിച്ചു. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ കാൽവിൻ സൈക്കിൾ അഥവാ C3 സൈക്കിൾ ഡിസ്കവർഡ് ബൈ മെൽവിൻ കാൽവിൻ ഇൻ യൂണിസെല്ലുലാർ ആൽഗെ നെയിംഡ് ക്ലോറെല്ല. ഈ കാൽവിൻ സൈക്കിൾ കാണാണ്. കാൽവിൻ സൈക്കിൾ എന്താ ചെയ്യാൻ നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് RUBPയും കാർബൺ ഡൈ ഓക്സൈഡും കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. റുബിസ്കോയുടെ സഹായത്തോടു കൂടി അവർ ജോയിൻ ചെയ്യും. ആൻഡ് നമുക്കറിയാം ഉണ്ടാവേണ്ട, അതായത് നമ്മുടെ ഇന്റൻഡഡ് പ്രോഡക്റ്റ് എന്താ? C6H12O6. നമുക്കറിയാം ഈ C6H12O6 എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. അപ്പോ നമുക്ക് ഒരു സൈക്കിളിൽ, ഒരു കാൽവിൻ സൈക്കിളിൽ ഒരു CO2 മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. C6 ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അപ്പൊ എത്ര കാൽവിൻ സൈക്കിൾ റൺ ചെയ്യേണ്ടി വരും? നമുക്ക് 6 കാൽവിൻ സൈക്കിൾ റൺ ചെയ്യേണ്ടി വരും. എന്തിന്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കാൻ. ഇനി നമ്മള് RUBPന്റെ ഫുൾ ഫോം എന്താ? റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്. ഇനി നമ്മൾ സൈക്കിൾ കാണാൻ പോവാണ്. ഹെഡിങ് കൊടുക്കാം, C3 സൈക്കിൾ. ഈ സൈക്കിൾ ഫസ്റ്റ് എന്താ സംഭവിക്കുക? നമുക്കറിയാം ഞാൻ ആക്ച്വലി ഒരു
സിസ് H12O6 ഉണ്ടാക്കുന്ന സൈക്കിളാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എത്ര പ്രാവശ്യം ഒരു സൈക്കിൾ റൺ ചെയ്യണം, അതായത് 6 ടൈംസ് CO2, അതായത് 6 CO2, 6 ടൈംസ് കാൽവിൻ സൈക്കിൾ നടക്കുമ്പോൾ 6 CO2 പ്ലസ് 6 RuBp. ഈ RuBp എത്ര കാർബൺ ആണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. അതൊരു 5 കാർബൺ കമ്പൗണ്ട് ആണ്. ഇതിനെന്താ പറ്റുക, ആരുടെ സഹായത്തോടെ, റുബിസ്കോയുടെ സഹായത്തോടുകൂടി കാർബോക്സിലേഷൻ നടക്കും. കാർബോക്സിലേഷൻ നടന്ന് ഉണ്ടായി വരുന്ന പ്രോഡക്റ്റ് എന്താ, ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റിന് എത്ര കാർബൺ ഉണ്ടാവും നമുക്കറിയാം, C3 സൈക്കിൾ, അതായത് 3 കാർബൺ ഉള്ള ഒരു സാധനമാണ്. ഈ 3 കാർബണിന്റെ പേരെന്താ, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് വിത്ത് 3 കാർബൺ. ഇതിനെ നമുക്ക് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ട്രയോസ് ഷുഗർ എന്ന് വിളിക്കാം. ആൻഡ് നെക്സ്റ്റ് എന്ത് നടക്കാൻ പോകുന്നത്, ഇത് 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആക്കും. ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എങ്ങനെ, ATPനെ എടുത്ത് ADP പ്ലസ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആക്കിയിട്ട്, ഇനി 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്തായി, 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. എങ്ങനെ, ഒരു ഫോസ്ഫേറ്റ് കൂടി, ആ ഫോസ്ഫേറ്റ് എവിടെ നിന്ന് വന്നു നമുക്കറിയാം, ATP എന്ന് വന്നു. ATP ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ആ ഫോസ്ഫേറ്റ് എടുത്ത് നമുക്ക് PG ഒക്കെ കൊടുത്തു, ഈ പ്രോഡക്റ്റ് ഉണ്ടായി. ഇനി അടുത്ത പ്രോസസ് എന്താന്ന് വെച്ചാൽ റിഡക്ഷൻ നടക്കാൻ പോവാണ്. റിഡക്ഷൻ ഓഫ് ആസിഡിന്റെ റിഡക്ഷൻ നടക്കും. ആസിഡിന്റെ റിഡക്ഷൻ നമുക്കറിയാം പ്രോഡക്റ്റ് എന്തായിരിക്കും, ഫോസ്ഫോഗ്ലിസർ ആൽഡിഹൈഡ് ആയിരിക്കും. അതിന് നമ്മൾ PGA എന്ന് എഴുതാണ്. അതായത് ആസിഡ് റെഡ്യൂസ് ചെയ്ത് എന്തുണ്ടാവും, ആൽഡിഹൈഡ് ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാം. ഇനി റിഡക്ഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആര് വരും, NADPH വന്ന് NADP പ്ലസ് H+ ആവും. അങ്ങനെ റിഡക്ഷൻ നടന്ന് PGA ഉണ്ടായി. ഇനി നമുക്കറിയാം ഇവിടെ നമ്മൾ 6 വെച്ചാ തുടങ്ങിയത്, 6 കാർബൺ ഡൈ ഓക്സൈഡും 6 RuBpയും. അപ്പൊ എത്ര PGA ഉണ്ടായി, ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു സൈക്കിൾ ഒരു CO2 ഒരു RuBpയും വരും. അപ്പൊ ഒരു 6 കാർബൺ കമ്പൗണ്ട് അല്ലേ ഉണ്ടാവുന്നത്. ഒരു CO2ന് ഒരു കാർബൺ, ഒരു RuBpക്ക് 5 കാർബൺ. അപ്പൊ ഒരു 6 കാർബൺ കമ്പൗണ്ട് ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം എങ്ങനെ, ഒരു PGA എന്ന് പറയുന്നത് 3 കാർബൺ ആണ്. അപ്പൊ 6 ബാലൻസ് ചെയ്യാൻ നമുക്കറിയാം *2 ചെയ്യേണ്ടി വരും. അതായത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ നമുക്ക് 2 PGA കിട്ടും. കാരണം PGAക്ക് 3 കാർബൺ ആയതുകൊണ്ട്. ഇനി നമ്മൾ 6 എടുത്താൽ *6, അപ്പൊ നമുക്ക് എത്ര PGA കിട്ടും, ഇത് *6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 12 കിട്ടി. 6 എടുക്കുമ്പോൾ 12 കിട്ടും. ഒരെണ്ണം എടുക്കുമ്പോൾ എത്ര കിട്ടും, 3 കിട്ടും എന്നറിയാം. അപ്പൊ 6 എടുക്കുമ്പോൾ എത്ര കിട്ടും, 12 കിട്ടി. ഇനി ഈ 12ൽ നിന്ന് എത്ര 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടായി, 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടായി. അപ്പൊ ആദ്യം എന്ത് കിട്ടി, ആദ്യം 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കിട്ടി. ആൻഡ് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡിന് ഒരു ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്ത് ഫ്രം ATP 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി. ഇനി ഇതിന്റെ എണ്ണം നമുക്കറിയാം 12 എണ്ണം ഉണ്ടെന്ന് അറിയാം. ഇനി ഈ 12 3PGA-നെ 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആക്കണമെങ്കിൽ എത്ര ATP വേണം നമുക്കറിയാം, 12. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി. ഇനി ഇതേമാതിരി PGA ഉണ്ടായി. PGA എത്ര ഉണ്ടാവും, PGA സെയിം 3 കാർബൺ തന്നെയാണ്. ഞാൻ സൈഡിൽ എഴുതാം, ഇതും 3 കാർബൺ ആണ്, ഇതും 3 കാർബൺ ആണ്. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ടാവും, 12 എണ്ണം ഉണ്ടാവും. ഇതില് 6 സൈക്കിൾ കഴിയുമ്പോൾ 12 PGA നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഇതിൽ നിന്ന് 2 PGA പുറത്തോട്ട് പോകും. ആൻഡ് ഈ സൈക്കിൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് 10 PGA വെച്ചാണ്. ഇങ്ങനെ 10 PGA വെച്ച് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. നമുക്കറിയാം PGA എത്ര കാർബൺ ഉണ്ട്, 3 കാർബൺ. ഇനി എന്താ ഫോം ചെയ്യാൻ പോകുന്നത്, ഈ 10 PGA അടുത്തൊരു 5 കാർബൺ കമ്പൗണ്ട് ആയ എന്തുണ്ടാക്കും, റിബുലോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടാക്കും. റിബുലോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടാക്കി. അതിന് എത്ര കാർബൺ ഉണ്ടെന്ന് കണ്ടു, 5 കാർബൺ ഉണ്ട്. അങ്ങനെ നമുക്കറിയാം 10 PGA ഉണ്ടായി. 10 PGA ബാലൻസ് ചെയ്യുമ്പോൾ എത്ര, 3 × 10, ടോട്ടൽ എത്ര, 30 വേണം. ഇവിടെ നമുക്ക് 5 കാർബൺ ആണ്. ഇപ്പൊ 30 ആക്കാൻ ഇവിടെ എത്ര റിബുലോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടായിട്ടുണ്ടാവണം, ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6 റിബുലോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടാവണം. ഇനി തിരിച്ച് നമ്മൾ ഉണ്ടായെടുത്തേക്കണം ഈ റിബുലോസ് 5 ഫോസ്ഫേറ്റ്
റീജനറേറ്റ് ചെയ്ത് RUBP ആവണം. RUBP ആവാണ്. ഇതിന് എന്ത് സഹായം വേണം? നമുക്കറിയാം RUBP എന്താ? റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്. അതിന് ഒരു ഫോസ്ഫേറ്റിന്റെ കൂടെ ആവശ്യമുണ്ട് RUBP ആവാൻ. അപ്പൊ ആ ഫോസ്ഫേറ്റ് എവിടെ നിന്ന് വരും? ATP അഗൈൻ ATP പ്ലസ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ടായി. അങ്ങനെ ഇത്രയും കിട്ടി. എത്ര ATP വേണം? 6 മോളിക്യൂൾ കൺവേർട്ട് ചെയ്യാൻ 6 ATP വേണം. അപ്പൊ അതും ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് എന്ത്? C3 സൈക്കിൾ. C3 സൈക്കിൾ നമ്മൾ ആദ്യം കണ്ട പ്രോസസ്സ് കാർബോക്സിലേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു റിഡക്ഷൻ. റിഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? റീജനറേഷൻ. റീജനറേഷൻ ഞാനിവിടെ എഴുതിക്കോട്ടെ. ഇത്രയും ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? റീജനറേഷൻ. അപ്പൊ 3 സ്റ്റെപ്സ് നമ്മൾ കണ്ടു. ആദ്യം കാർബോക്സിലേഷൻ, പിന്നെ റിഡക്ഷൻ, പിന്നെ RUBPയുടെ റീജനറേഷൻ. ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടു. ഇനി ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ഇതുവരെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഡൗട്ട് എന്താ? ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന എന്തുണ്ടാക്കാനാ? ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ. ഇതുവരെ എന്താ വല്ല ഗ്ലൂക്കോസ് നമ്മുടെ കയ്യിൽ കിട്ടിയോ? ഇല്ല. അപ്പൊ ഗ്ലൂക്കോസ് എങ്ങനെയാ കിട്ടുന്നത്, എവിടുന്നാ കിട്ടുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ? അപ്പൊ ഞാൻ പറയാം, ഈ 2 PGL പുറത്തോട്ട് പോയില്ലേ? ഈ 2 പുറത്തോട്ട് പോയ PGL എന്ത് പറ്റും? റിവേഴ്സ് ഗ്ലൈക്കോളിസിസ് നടക്കും. റിവേഴ്സ് ഗ്ലൈക്കോളിസിസ് നടന്ന് എന്ത് കിട്ടും നമുക്ക്? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാക്കും. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാക്കും. ആൻഡ് ഇതിൽ നിന്ന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടായി. അതിൽ നിന്ന് ഒരു ഗ്ലൂക്കോസ് ഇത്രയും ഉണ്ടായി. ഗ്ലൂക്കോസ് എത്ര കാർബൺ നമുക്കറിയാം? 6 കാർബൺ. അങ്ങനെ നമുക്ക് ഇന്റൻഡഡ് പ്രോഡക്റ്റ് ആയ ഗ്ലൂക്കോസ് നമ്മുടെ കയ്യിൽ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇത് എങ്ങനെയാ കിട്ടിയത്? ഈ C3 സൈക്കിളിന്റെ ഹോൾ സൈക്കിളിന്റെ ഉള്ളിൽ നടക്കുന്നതല്ല. എങ്ങനെ? ഈ 2 PGL പുറത്തോട്ട് പോയവിടം തൊട്ടാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ നടക്കുന്നത്. അതായത് നമ്മുടെ ഇന്റൻഡഡ് പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് കാൽവിൻ സൈക്കിൾ എന്താ? ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് C3 സൈക്കിൾ ചോദിച്ചാൽ എന്ത് പറയും? 3 കാർബൺ കമ്പൗണ്ട് ആയ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ആൻഡ് ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഞാൻ NCERT പോവാണ്. കാൽവിൻ സൈക്കിളിന്റെ താഴെ എന്താ കൊടുത്തിരിക്കുന്നത്? കാൽവിൻ സൈക്കിൾ occurs where in all photosynthetic plants. C3 ആണോ C4 ആണോ പാത്രം അണ്ടർഗോ ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിലും പ്ലാന്റ്സ് ഉണ്ടോ, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ, ഗ്ലൂക്കോസ് ഫോർമേഷൻ നടക്കണം. ഗ്ലൂക്കോസ് ഫോർമേഷൻ നടക്കുന്നുണ്ടോ, C3 സൈക്കിൾ നടന്നിരിക്കണം. ഓൾ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ്. ഇനി സ്റ്റെപ്സ് 3 സ്റ്റേജ് നമ്മൾ കണ്ടു. കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. നമ്മൾ ഈ സൈക്കിൾ ഹോൾലി സൈഡിൽ ഓൾറെഡി കണ്ടിരിക്കുകയാണ്. ജസ്റ്റ് NCERT പടം വരച്ചൊക്കെ. ആൻഡ് ട്രയോസ് ഫോസ്ഫേറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കണ്ടത്. എങ്ങനെ ട്രയോസ് ഫോസ്ഫേറ്റ് എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടാണ് ഫൈനലി സൂക്രോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഉണ്ടായതെന്ന് നമ്മൾ സൈഡിൽ ഇപ്പൊ കണ്ടു. റിഡക്ഷൻ, റീജനറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കറിയാം ഉള്ളിലോട്ട് എന്തൊക്കെ എടുത്തിരുന്നു? ദ ഹോൾ ഇൻ ആൻഡ് ഔട്ട്. ആ ഒരു റെക്കോർഡ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഉള്ളിലോട്ട് 6 CO2 അത് എടുത്തിരുന്നു. ആൻഡ് ATP നമുക്കറിയാം. ATP എത്ര എണ്ണം എടുത്തിരുന്നു? ഇവിടെ 12 ATP എടുത്തു. ഇവിടെ 6 ATP എടുത്തു. എല്ലാം കൂടി എത്രയായി? 18 ATP ആയി. അപ്പൊ നമ്മൾ ഉള്ളോട്ട് വേറെ എന്തെടുത്തു? എടുത്തത് 18 ATP. ആൻഡ് എത്ര NADPH എടുത്തു? നമുക്കറിയാം 12 NADPH എടുത്തു. ഇനി പുറത്തേക്ക് കിട്ടിയത് എന്താ? ഒരു ഗ്ലൂക്കോസ്, 18 ATP, 12 NADP. ഇത് ഈസിയാണ് ആക്ച്വലി. അപ്പൊ ജസ്റ്റ് ആ സൈക്കിൾ ഒന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് C4 പാത്വേ ആണ്. ഇനി C4 പാത്വേ പഠിക്കണമെങ്കിൽ നമ്മൾ C4 പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കണം. C4 പ്ലാന്റ്സിന് NCERT പറയുന്നു എങ്ങനെ? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമി ഉണ്ട് വിച്ച് ഹെൽപ് ദം ടു ഡു വാട്ട്? ടു ടോളറേറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ് ആൻഡ് റെസ്പോൺസ് ടു ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി. ആൻഡ് അവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല. അതായത് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ RUBP ഓക്സിജനൈസ് റുബിസ്കോ ഓക്സിജനൈസ് ആക്ടിവിറ്റി കാണിച്ച് വെൻ RUBP കമ്പൈൻസ് വിത്ത് ഓക്സിജൻ കിട്ടുന്നതാണ് ഫോട്ടോ റെസ്പിറേഷൻ. അവര് ആ പ്രോസസ്സിൽ ലാക്ക് ചെയ്യുന്നു. കാരണം ഫോട്ടോ റെസ്പിറേഷൻ എക്സ്ട്രീംലി വേസ്റ്റ് ആണ്. കാരണം അതിന് ATP ഉണ്ടാവുന്നില്ല. നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ആണെങ്കിൽ യൂസ്ഡ് അപ്പും ആവുന്നുണ്ട്. ആൻഡ് അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോസസ് അല്ല. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? C4 പ്ലാന്റ്സ് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവർക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹയർ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാം.
ആൻഡ് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി റെസ്പോൺസ് കാണിക്കും, ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല, ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. ഇതെങ്ങനെയാ നടക്കുന്നത്, എന്താ നടക്കുന്നതൊക്കെ നമ്മളിപ്പോ കാണും. അതെന്താന്ന് വെച്ചാല് ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്നാണ് സെൽസ് ഉണ്ട് ഈ പ്ലാന്റ്സിൽ. അത് ഞാൻ ആക്ച്വലി വരക്കാൻ പോയാൽ അതെങ്ങനെ ഇരിക്കും, സൈഡിൽ വരക്കാണ്. കാണുന്നത് എവിടെയാ, ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസ്. ആൻഡ് ടോട്ടൽ പ്ലാന്റ്സിന്റെ 1% ഓഫ് ടോട്ടൽ പ്ലാന്റ്സ് ആണ് ഈ C4 പ്ലാന്റ്സ് ഉണ്ടാവുക, കാരണം അത്രയും കുറവാണ്. ആൻഡ് ഇവനെ നമ്മൾ എന്ത് വിളിച്ചു, മോസ്റ്റ് പ്രൊഡക്റ്റീവ് പ്ലാന്റ്സ് എന്ന് വിളിച്ചു. ഇനി എക്സാമ്പിൾ കാണുകയാണെങ്കിൽ ഡൈക്കോട്ടില് ആരൊക്കെ, അമരാന്തസ്, ചീനോപോഡിയം, ഡൈക്കോട്ടിന്റെ എക്സാമ്പിൾ. മോണോകോട്ട് കാണുകയാണെങ്കിൽ എന്തൊക്കെ വരും, മേസ്, ഷുഗർ കെയിൻ, സോർഗമിന് വേറെ പേര് ജോവർ. ഇത്രയും ഉണ്ട്. ഇനി ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താ, അവർക്കൊരു സ്പെഷ്യൽ അനാറ്റമി ഉണ്ട്, ക്രാൻസ് അനാറ്റമി. എന്റെ ഡയഗ്രാം ഓർത്ത് വെക്കാൻ രീതി എങ്ങനെയാ, അതൊരു ക്രൗൺ പോലെ അല്ലെങ്കിൽ റീത്ത് പോലെ നമ്മൾ കുറെ ഫ്ലവേഴ്സ് വെച്ച് റൗണ്ട് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്, അനാറ്റമിയാണ് അവരുടേത്. അതെങ്ങനെ നമുക്ക് വരക്കാം, നടുക്കൊരു വാസ്കുലർ ബണ്ടിൽ ഉണ്ട്, അതിന്റെ ചുറ്റും പൂവിന്റെ അറേഞ്ച്മെന്റ് പോലെ കുറെ എന്തുണ്ട്, ഇത് ഓരോന്നും സെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്തുണ്ട്, ബണ്ടിൽ ഷീറ്റ് സെൽസ്, നടുക്കൊരു വാസ്കുലർ ബണ്ടിൽ, ചുറ്റും ബണ്ടിൽ ഷീറ്റ് സെൽസ്, അതിന്റെ ഏറ്റവും പുറത്ത് ഇതെന്താ, മീസോഫിൽ സെൽസ്. ഇത് ഓരോന്നും സെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. വാസ്കുലർ ബണ്ടിൽ, അതിന് ചുറ്റും ബണ്ടിൽ ഷീറ്റ്, അതിന്റെ പുറത്ത് മീസോഫിൽ സെൽസ്. ഇതിനെ ആണ് നമ്മൾ എന്ത് വിളിച്ചു, ക്രാൻസ് അനാറ്റമി എന്ന് വിളിച്ചു. ആൻഡ് ബണ്ടിൽ ഷീറ്റ് സെൽസിന് കുറച്ച് പ്രത്യേകത ഉണ്ട്, അത് ഞാൻ സൈഡിൽ എഴുതാൻ പോയാൽ എങ്ങനെ ഇരിക്കും. ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാർജ് സൈസ്ഡ് ആണ്. ആൻഡ് അവര് സെൽസ് എങ്ങനെയാ, കോമ്പാക്ട്ലി അറേഞ്ച്ഡ്, ലാർജ് സൈസ്ഡ് ആൻഡ് തിക്ക് വോൾ ആണ്. തിക്ക് വോളിന്റെ പ്രത്യേകത impermeable to gases and they have multiple layers. Compactly arranged, അതിന്റെ പ്രത്യേക കോമ്പാക്ട്ലി ആണെങ്കിൽ എന്താ, അവർക്ക് ഇന്റർസെല്ലുലാർ സ്പേസ് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ വാസ്കുലർ ബണ്ടിൽസിലെ ബണ്ടിൽ ഷീറ്റ് സെൽസിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. സൈസ് എങ്ങനെയാ, കോമ്പാക്ട് ആണ്, മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ട്, ആൻഡ് ഇംപെർമിയബിൾ ആണ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീറ്റ് സെൽസും തമ്മിലെ ഡിഫറൻസ് ആണ്. മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീറ്റ് സെൽസും തമ്മിലെ ഡിഫറൻസ് ഇതെങ്ങനെയാ കാണാൻ പറ്റുക, മീസോഫിൽ സെൽസ് എങ്ങനെയാ, അവര് ചെറുതാണ്. ഇവരെങ്ങനെ ബണ്ടിൽ ഷീറ്റ്, ബണ്ടിൽ വലിയ ബണ്ടിൽ എന്ന് ആലോചിക്കുക, അപ്പൊ എങ്ങനെ സൈസ് ലാർജ് ആണ്. വോൾ എങ്ങനെയാ, നമുക്കറിയാം ബണ്ടിൽ ഷീറ്റ് വലുതാണ്, തിക്ക് വോൾ ആണ്. അപ്പോ മീസോഫിൽ സെൽസിന് തിൻ ആയിരിക്കും. ആൻഡ് ഇവരുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് ഗ്രേനൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. അതായത് തൈലക്കോയിഡ്സ് ഇങ്ങനെ സ്റ്റാക്സ് ഓഫ് കോയിൻ ആയിട്ട് ഉണ്ടായി വരുന്ന സ്ട്രക്ചർ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ എ ഗ്രാനൽ ആണ്. അത് ഗ്രാനം ഫോർമേഷനിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കാണാൻ പറ്റുക. ആൻഡ് മീസോഫിൽ സെൽസിൽ ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2ഉം ഉണ്ട്. പക്ഷെ ബണ്ടിൽ ഷീറ്റ് സെൽസിലാണെങ്കിൽ PS2 അതായത് ഫോട്ടോസിസ്റ്റം 2 ഇല്ല. രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഇറ്റിഎസും നടക്കും. പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ, ഓൺലി സൈക്ലിക്. ആൻഡ് ഇവിടെ എങ്ങനെയാ, ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ഇവിടെ ഓക്സിജൻ എടുക്കില്ല. ആൻഡ് ഇവരുടെ സ്ട്രോമ എങ്ങനെയാ, സ്ട്രോമയില് റുബിസ്കോ ആബ്സെന്റ്. പക്ഷെ ഇവരുടെ ബണ്ടിൽ ഷീത്തിന്റെ സ്ട്രോമയില് റുബിസ്കോ എങ്ങനെയാ, പ്രസന്റ്. ആൻഡ് ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്, പെപ് കേസ്. റുബിസ്കോ പോലെ തന്നെ വേറൊരു എൻസൈമാണ് പെപ് കേസ് ഉണ്ട്. പക്ഷെ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ പെപ് കേസ് ആബ്സെന്റ്. അപ്പൊ നമ്മള് മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീറ്റ് സെൽസിന്റെയും ഒരു ഓവറോൾ ഡിഫറൻസസ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് C4 സൈക്കിളിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി C3 സൈക്കിൾ കണ്ടു. ഇനി വരുന്നത് C4 സൈക്കിൾ. C4 സൈക്കിളിന്റെ വേറെ പേര്
hatch and slack pathway. hatch and slack pathway അല്ലെങ്കിൽ C4 cycle. C4 cycle ഇത്രയും നമ്മൾ പറഞ്ഞ എന്തിനാ? C4 സൈക്കിളിന്റെ ബേസിക് നോളജ് ഉണ്ടാക്കാനാണ്. C4 സൈക്കിൾ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചാല് ഇത് മീസോഫിൽ സെൽസ് ആണെന്ന് വിചാരിക്കും. നമുക്കറിയാം മീസോഫിൽ സെൽസ് തിൻ വോൾഡ് ആണ്, സ്മോൾ ആണ്, ഇതൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ ബണ്ടിൽ ഷീറ്റ് വരക്കാൻ പോവാണ്. ബണ്ടിൽ ഷീറ്റ് എങ്ങനെയാ? തിക്ക് വോൾഡും ലാർജ് സൈസ്ഡും ആണ്. ബണ്ടിൽ ഷീറ്റ് വരച്ചു. അപ്പൊ മേലത്തത് മീസോഫിൽ സെൽ ആണെങ്കിൽ താഴത്തെ ബണ്ടിൽ ഷീറ്റ് സെൽ. MC4 മീസോഫിൽ സെൽ എന്ന് വിചാരിക്കാം. ഇനി നടക്കാൻ പോകുന്ന ആദ്യം നമ്മുടെ മീസോഫിൽ സെല്ല് എങ്ങനെ പുറത്തുനിന്ന് CO2 എടുക്കും. CO2 എടുത്ത് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് എന്ന് പറഞ്ഞൊരു 3 കാർബൺ കമ്പൗണ്ടുമായിട്ട് ജോയിൻ ചെയ്ത് ആദ്യം ഓക്സാലോ അസിറ്റിക് ആസിഡ് ഉണ്ടാക്കും. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാ? ഓക്സാലോ അസിറ്റിക് ആസിഡ് വിച്ച് ഇസ് എ 4 കാർബൺ കമ്പൗണ്ട്. അതുകൊണ്ട് നമ്മൾ C4 സൈക്കിൾ എന്ന് വിളിച്ചു. ആൻഡ് ഈ ഓക്സാലോ അസിറ്റിക് ആസിഡ് അടുത്തത് എന്തുണ്ടാക്കും? മാലിക് ആസിഡ് ഉണ്ടാക്കും. മാലിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡ് ഉണ്ടാക്കും. ഇതും 4 കാർബൺ തന്നെ ആയിരിക്കും. ആൻഡ് ഈ മാലിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡിന്റെ ട്രാൻസ്പോർട്ട് നടക്കും എങ്ങോട്ടേക്ക്? ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക്. മാലിക് ആസിഡ് വിച്ച് ഇസ് 4 കാർബൺ ബണ്ടിൽ ഷീറ്റിൽ എത്തിക്കഴിഞ്ഞു. ബണ്ടിൽ ഷീറ്റിൽ വെച്ച് ഇത് പതുക്കെ പൈറുവിക് ആസിഡായി മാറും. പൈറുവിക് ആസിഡ് 3 കാർബൺ ആണ്. നമുക്ക് എല്ലാവർക്കും റെസ്പിറേഷനിലും പഠിച്ചാണ്, ഇതിലും പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം ഒരു CO2 എങ്ങോട്ടോ പോകുന്നുണ്ട്. അതെങ്ങോട്ട് പോയി? CO2 ഇവോൾവ് ആയി. ആൻഡ് പൈറുവിക് ആസിഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ പൈറുവിക് ആസിഡ് പിന്നെയും മീസോഫിൽ സെൽസിലേക്ക് തിരിച്ച് ട്രാൻസ്പോർട്ടഡ് ആവും. പൈറുവിക് ആസിഡ് വിച്ച് ഇസ് 3 കാർബൺ ട്രാൻസ്പോർട്ടഡ് ആയി. ആൻഡ് പൈറുവിക് ആസിഡ് പിന്നെ എന്തുണ്ടാക്കും? പെപ്പ് ഉണ്ടാക്കും. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് റീജനറേറ്റ് ആയി. ആൻഡ് ഈ പ്രോസസ്സിൽ ഈ റീജനറേഷന്റെ സമയത്ത് എന്തും കൂടി ഉണ്ട്? 2 ATP എടുത്ത് 2 ADPയും 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റും ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് ആ ഫുൾ സൈക്കിൾ. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓക്സാലോ അസിറ്റിക് ആസിഡ്, അതിൽ മാലിക് ആസിഡ് ട്രാൻസ്പോർട്ട് നടക്കുന്ന ആരുടെയാ? മാലിക് ആസിഡിന്റെയാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് റെവല്യൂഷൻ നടക്കുന്ന ഏത് സ്റ്റെപ്പില്? മാലിക് ആസിഡ് ടു പൈറുവിക് ആസിഡ്. തിരിച്ച് ബണ്ടിൽ ഷീറ്റ് സെൽസിന് മീസോഫിൽ സെൽസിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ട് ആരുടെ? പൈറുവിക് ആസിഡ്. ഇത്രയും കാര്യം നമ്മൾ നോക്കി. ഇനി ഇതാണ് C4 സൈക്കിൾ. ഇനി നമ്മൾ C4 പ്ലാന്റ്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ C4 പ്ലാന്റ്സിൽ എങ്ങനെ 2 സൈക്കിൾ പോകണം, അണ്ടർഗോ ചെയ്യണം ഫോർ ഒരു CO2. ഒരു CO2 ഉണ്ടാവണമെങ്കിൽ 2 സൈക്കിൾ അണ്ടർഗോ ചെയ്യണം. ഏതൊക്കെ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഈ CO2 ഇവോൾവ് ആയ CO2 ഇനി എങ്ങോട്ടാ പോവാ? ഇനി പോകുന്നത് ഈ ബണ്ടിൽ ഷീറ്റ് സെൽസിലെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റ് ഈ CO2 ഇതിന്റെ ഉള്ളിലോട്ട് എടുത്ത് ഏത് സൈക്കിള് ചെയ്യാൻ തുടങ്ങും? C3 സൈക്കിൾ ചെയ്യാൻ തുടങ്ങും. അപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? C4 സൈക്കിളിൽ നിന്ന് ഇവോൾവ് ചെയ്ത CO2 ബണ്ടിൽ ഷീറ്റ് സെൽസിലെ ക്ലോറോപ്ലാസ്റ്റ്, ഇതിനെ നമുക്ക് സൈഡിൽ ക്ലോറോപ്ലാസ്റ്റ് എഴുതാം. ക്ലോറോപ്ലാസ്റ്റ് ഉപയോഗിച്ച് എന്തുണ്ടാക്കി? C3 സൈക്കിൾ ഉണ്ടാക്കി. ആൻഡ് C3 സൈക്കിളിന്റെ എൻ പ്രോഡക്റ്റിൽ നമുക്ക് വേണ്ട സാധനം ഗ്ലൂക്കോസ് C6H12O6 കിട്ടി. അപ്പൊ നമുക്കറിയാം C4 പ്ലാന്റ്സിൽ 2 സൈക്കിൾ നടക്കുന്നുണ്ട് ഒരു CO2 ഉണ്ടാക്കാൻ. ഏതൊക്കെ സൈക്കിള്? ഒരു C4 സൈക്കിൾ ആൻഡ് ഒരു C3 സൈക്കിൾ. C4 സൈക്കിൾ നടന്നു, C3 സൈക്കിൾ നടന്നു. നമുക്ക് നേരത്തെ കണ്ട പരിചയം കൊണ്ട് നമുക്കറിയാം ഇതിൽ എന്തൊക്കെയാ? 2 C4 സൈക്കിളില് 2 ATP 0 NADPH. ഇവിടെ ഒരു C3 സൈക്കിളിൽ 3 NADP 3 ATPയും 2 NADPHും. അപ്പൊ ടോട്ടൽ C4 പ്ലാന്റ്സ് ഒരു CO2 ടോട്ടൽ എത്ര ATP ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ 2 സൈക്കിൾ നടന്നു. ഈ 2 സൈക്കിളിന്റെയും എൻ പ്രോഡക്റ്റിൽ നമുക്ക് എന്ത് കിട്ടി? 5 ATPയും 2 NADPHും. ഇതാണ് അതിന്റെ ബാലൻസ് ഷീറ്റ്. ഇനി അപ്പോ ഇത് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഒരു CO2 കണക്കിനാണ്, അതായത് ഒരു CO2 കാര്യത്തില്. പക്ഷെ C6H12O6 ഉണ്ടാക്കാൻ എത്ര CO2 വേണം? 6 CO2 വേണം. അപ്പൊ ടോട്ടല് C6H12O6 എത്രയുണ്ട്? ഇൻറ്റു 6 ചെയ്യേണ്ടി വരും. 4 C6H12O6. അപ്പൊ എത്ര ATP ഉണ്ടാവും? 6 × 5 30 ATP. ആൻഡ്
6 × 2 12 NADPH. ഇത്രയും കാര്യം നോട്ട് ചെയ്യാം. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എത്ര എക്സ്ട്രാ ATP ആണ് C4 പ്ലാന്റ്സ് കൺസ്യൂം ചെയ്യുന്നത് ഇൻ കമ്പാരിസൺ ടു C3 പ്ലാന്റ്? ഒരു ഗ്ലൂക്കോസിന് വേണ്ടി സെയിം എമൗണ്ട്, അതായത് ഒരു ഗ്ലൂക്കോസിന് വേണ്ടി C4 പ്ലാന്റ്സ് എത്ര എക്സ്ട്രാ ATP യൂട്ടിലൈസ് ചെയ്യുന്ന ചോദിച്ചാൽ എന്താ പറയാം? നമുക്കറിയാം ഒരു CO2 2 ATP ആണ് എക്സ്ട്രാ വേണ്ടത്. അപ്പോ C6H12O6 × 6 അല്ലേ, 2 ATP × 6 12 ATP. ഇത്രയും കാര്യം നമ്മൾ നോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി സ്പെഷ്യാലിറ്റി പറഞ്ഞു C4 പ്ലാന്റ്സിന്റെ, കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാം. കാരണം എന്താ, അവർക്ക് പെപ്കേസ് ആക്ടിവിറ്റി ഉണ്ട്. പെപ്കേസ് ആക്ടിവിറ്റി ഹൈലി എഫിഷ്യന്റ് ആണ് ആൻഡ് ഹൈ അഫിനിറ്റി ഫോർ CO2 ഉണ്ട്. പെപ്കേസിന്റെ പ്രത്യേകത എന്താ? നല്ല എഫിഷ്യന്റ് ആണ്. ഓക്സിജനൈസ് ആക്ടിവിറ്റി റുബിസ്കോ അണ്ടർഗോ ചെയ്ത പോലെ ഇവിടെ അണ്ടർഗോ ചെയ്യില്ല. ആൻഡ് ഹൈ അഫിനിറ്റി ഫോർ CO2. ആൻഡ് വേറൊരു പ്രത്യേകത എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേറ്റിംഗ് മെക്കാനിസം എങ്ങനെ നമുക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുണം C3 സൈക്കിൾ അണ്ടർഗോ ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിവിടെ കണ്ടു. ഈ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേറ്റിംഗ് മെക്കാനിസം കൂടി C4 പ്ലാന്റ്സിനുണ്ട്. അതുകൊണ്ടാണ് C4 പ്ലാന്റ്സ് കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ട് C4 പ്ലാന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ ഇത് രണ്ടും പറയാം. കാരണം ഫസ്റ്റ് പോയിന്റ്, അവര് ടോളറേറ്റ് ചെയ്യും എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രെസ്. ആൻഡ് അവര് അടുത്ത എന്താ? ഹൈ ടെമ്പറേച്ചർ ടോളറൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി. ആൻഡ് അവർക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, എന്ത്? ടോളറേറ്റ് വാട്ടർ സ്ട്രെസ്. എങ്ങനെ വാട്ടർ സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാൻ? തിക്ക് ക്യൂട്ടിക്കിളും സങ്കൺ സ്റ്റൊമേറ്റയും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്ത പോയിന്റ് എന്താ? അവർക്ക് ക്രാൻസ് അനാറ്റമി ഉണ്ട്. ടു പ്രിവെന്റ് വാട്ടർ ലോസ് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് വാട്ടർ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ ക്രാൻസ് അനാറ്റമി സഹായിക്കും. ആൻഡ് സെലൈനിറ്റി അതായത് ഹൈ സോൾട്ട്, സോയില് ഹൈ സോൾട്ട് ഉണ്ടെങ്കിൽ C4 പ്ലാന്റ്സിന് അതൊരു പ്രശ്നമല്ല. കാരണം അവർക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ഉള്ളിൽ ഹൈ എമൗണ്ട് ഓഫ് ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്. ആൻഡ് ഓർഗാനിക് ആസിഡ് ഉള്ളതുകൊണ്ട് അവർ വാട്ടർ ഗെയിൻ ചെയ്യും ഫ്രം സോയിൽ. ഹൈ എമൗണ്ട് ഓഫ് ഓർഗാനിക് ആസിഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാ? അവര് വാട്ടർ ഗെയിൻ ചെയ്യും ഫ്രം സോയിൽ. അങ്ങനെ അവർക്ക് സെലൈനിറ്റി സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ C4 പ്ലാന്റ്സിന്റെ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറയാൻ വിട്ടുപോയി, അവർക്ക് നോ ഫോട്ടോ റെസ്പിറേഷൻ എന്ന പ്രോസസ്സും അവർക്ക് ഇല്ല. ആൻഡ് ആകൊരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ പറ്റുക, C4 പ്ലാന്റ്സിന് ആകെ ഒരു ലിമിറ്റേഷൻ ലോ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഉണ്ട്. കുറച്ച് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ലോ ആണ്, പക്ഷെ ലോ ടെമ്പറേച്ചറിനോട് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. എങ്ങനെ? ലോ ടെമ്പറേച്ചറിനോട് സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലാണ്, ഹൈ ടെമ്പറേച്ചറിന് നല്ല ടോളറൻസ് ഉണ്ട്. അപ്പൊ അതൊരു അതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയാം. ബാക്കിയൊക്കെ സ്പെഷ്യാലിറ്റി ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്. C4 പ്ലാന്റ്സിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഇത്രയും പോയിന്റ്സിൽ എങ്ങനെ കൺക്ലൂഡ് ചെയ്തു. ഇനി ഇതെന്താ? ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് C4 സൈക്കിൾ. C4 സൈക്കിൾ നമുക്കറിയാം ഇവിടെ ഒരു C3 സൈക്കിളും കൂടി ഉള്ളിൽ വരുന്നുണ്ട്. ആൻഡ് അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ റെസ്പിറേഷൻ എന്താന്ന് കാണും. ഫോട്ടോ റെസ്പിറേഷൻ എന്താന്ന് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമുക്കറിയാം RUBP ഓക്സിജനൈസ് ആക്ടിവിറ്റി കാണിക്കുമ്പോഴാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഫോട്ടോ റെസ്പിറേഷനിൽ ഒരു ന്യൂമോണിക് വെച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോ റെസ്പിറേഷനിൽ CPM ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം, മൈറ്റോകോൺഡ്രിയ 3 ക്യൂട്ട് പ്രൈം മിനിസ്റ്റർ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് 3 ഓർഗനൽസിലാണ്. ഏതൊക്കെ ഓർഗനൽസ്? ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് പെറോക്സിസോം ആൻഡ് മൈറ്റോകോൺഡ്രിയ. ഈ 3 ഓർഗനൽസ് നടക്കുന്ന സൈക്കിളാണ് ഏത്? ഫോട്ടോ റെസ്പിറേഷൻ. ഞാൻ ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും എങ്ങനെയാ? C3 പ്ലാന്റ്സിൽ നമുക്കറിയാം ഇത് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. C3 പ്ലാന്റ്സിൽ ഏതിലാ കാൽവിൻ സൈക്കിൾ ഉണ്ടാവുന്നത്? മീസോഫിലാണോ, ബണ്ടിൽ ഷീറ്റിലാണോ, ബോത്തിലാണോ? നമുക്കറിയാം
മീസോഫിലാണ് ഇതിലുണ്ടാവുന്നത്. C3 പ്ലാന്റ്സിൽ ഏതിലാ C3 സൈക്കിൾ എവിടെയാ നടക്കുന്നത്? മീസോഫിൽ സെല്ലാണ്. പക്ഷെ C3 സൈക്കിൾ നടക്കുന്ന C4 പ്ലാന്റ്സിലൂടെ നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചതേ ഉള്ളൂ, ബണ്ടിൽ ഷീറ്റിലാണ് നടക്കുന്നത്. ആൻഡ് ഇനീഷ്യൽ കാർബോക്സിലേഷൻ എവിടെയാ നടക്കുന്നത് എന്ന് വെച്ചാൽ എന്താ പറയാൻ പറ്റുക? ഇനീഷ്യൽ കാർബോക്സിലേഷൻ, അതായത് ഏതിലാ നമ്മൾ C3 സൈക്കിളല്ലേ കാർബോക്സിലേഷൻ ഉണ്ട്, അതും സെയിം തന്നെയാണ് മീസോഫിൽ. ഇവിടെ എങ്ങനെയാ? ബണ്ടിൽ ഷീറ്റ്. ഇനി ഹൗ മെനി സെൽ ടൈപ്സ് ഡസ് ദ ലീഫ് ഹാവ് ദാറ്റ് ഫിക്സ് CO2? എത്ര സെൽ ടൈപ്പ് ഉണ്ട്? എത്ര? 2 ആണോ, 1 ആണോ, 3 ആണോ? നമുക്കറിയാം ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതൊരെണ്ണം? മീസോഫിൽ മാത്രമേ C3 പ്ലാന്റ്സിലുള്ളൂ. പക്ഷെ C4 പ്ലാന്റ്സിലുണ്ട്, ബണ്ടിൽ ഷീറ്റും ഉണ്ട്, മീസോഫിൽ സെൽസും ഉണ്ട്. ഇനി പ്രൈമറി CO2 അക്സെപ്റ്റർ ഏതില്? C3 പ്ലാന്റ്സിൽ പ്രൈമറി ഏതാ? RUBP. ആൻഡ് C4 പ്ലാന്റ്സിൽ ഏതാ? നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ ജസ്റ്റ് ഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫോട്ടോ റെസ്പിറേഷനെ കുറിച്ചാണ്. ഫോട്ടോ റെസ്പിറേഷന്റെ പ്രോസസ് എന്താ, എവിടെയാ നടക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്യൂട്ട് പ്രൈം മിനിസ്റ്ററിന് ഓർത്തു വെക്കാൻ പറ്റും. ഈ ഫോട്ടോ റെസ്പിറേഷൻ വേറെ പേരും കൂടി ഉണ്ട്, C2 സൈക്കിൾ. എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒരു 2 കാർബൺ കമ്പൗണ്ട് ആയിരിക്കും. ഇനി C2 സൈക്കിൾ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്ന് വെച്ചാൽ എന്താ പറയാ? ലോസ് ഓഫ് ഫിക്സ്ഡ് കാർബൺ ഇൻ ദ ഫോം ഓഫ് CO2യുടെ ഫോമിൽ ഓൾറെഡി ഫിക്സ്ഡ് കാർബൺ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും? നമുക്ക് പറയണം ഹൈ, നമ്മളിപ്പോ പറയുന്നത് ഫോട്ടോ റെസ്പിറേഷൻ, ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി ആൻഡ് ലോ CO2 കോൺസെൻട്രേഷൻ ആൻഡ് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷനിൽ എന്തുണ്ടാവും? റുബിസ്കോ ഓക്സിജനൈസ് ആക്ടിവിറ്റി കാണിക്കും. ആൻഡ് കൂടുതൽ ഓക്സിജനുമായിട്ട് RUBP കമ്പൈൻ ചെയ്യുമ്പോൾ ഇതുണ്ടാവും. ആൻഡ് ഇതൊരു വേസ്റ്റ്ഫുൾ സൈക്കിളാണ്. എങ്ങനെ? ഇതൊരു വേസ്റ്റ്ഫുൾ സൈക്കിളാണ്. കാരണം എന്താ? ഇതില് ATPയോ NADPHോ ഒന്നും ഉണ്ടാവുന്നില്ല, ഒരു തരത്തിൽ അസിമിലേറ്ററി പവർ ഉണ്ടാവുന്നില്ല. പിന്നെ എന്തിനാ അത് ചെയ്യുന്നത്? അത് വേസ്റ്റ് അല്ല ആക്ച്വലി പ്ലാന്റ്സിന്. ആൻഡ് ഇവിടെ എങ്ങനെയാ? കാർബൺ ഇസ് സപ്പോസ് ടു ബി ഫിക്സ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ്ഡ് ആണ് പ്ലാന്റ്സിന്റെ ആവശ്യം. പക്ഷെ ഇവിടെ ഗെറ്റിംഗ് ലോസ്റ്റ്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു എങ്ങനെ? ലോസ് ഓഫ് ഫിക്സ്ഡ് കാർബൺ ഇൻ ദ ഫോം ഓഫ് CO2 ആണ് ഈ C2 സൈക്കിൾ അല്ലെങ്കിൽ ഫോട്ടോ റെസ്പിറേഷനിൽ നടക്കുന്ന ഓർഗനൽസ് ക്യൂട്ട് പ്രൈം മിനിസ്റ്റർ, ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം, മൈറ്റോകോൺഡ്രിയ. ഇനി ആ സൈക്കിൾ നമുക്ക് NCERT കൊടുത്തില്ല, അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. പക്ഷെ ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കാം എന്ത്, ഏതൊക്കെ ഓർഗനൽസിലാണ് നടക്കുന്നത്. ആൻഡ് അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെ? RUBP ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. RUBP ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും. ആൻഡ് ഈ 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്തൊക്കെ ഉണ്ടാക്കും? അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ അടുത്തടുത്ത സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകും. ആൻഡ് ഗ്ലൈക്കോലേറ്റ് ഉണ്ടാവും. ആൻഡ് ഗ്ലൈക്കോലേറ്റ് പതുക്കെ ഗ്ലയോക്സിലേറ്റ് ഉണ്ടാവും. ഗ്ലയോക്സിലേറ്റ് ഗ്ലൈസീൻ ഉണ്ടാവും. ഗ്ലൈസീന് സെറീൻ ഉണ്ടാവും. സെറീന് പിന്നെ ആദ്യം ഗ്ലിസറേറ്റ് ആൻഡ് അഗൈൻ ഏതുണ്ടാവും? ഗ്ലിസറിക് ആസിഡ് ഉണ്ടായി ഫൈനലി ഉണ്ടാവും. ആൻഡ് പക്ഷെ ഈ സൈക്കിളിൽ എന്തൊക്കെ? ATPയും NADPH ഒന്നും ഉണ്ടാവുന്നില്ല. ആൻഡ് ബാക്കിയുള്ള കുറെ സാധനങ്ങൾ കൺസംഷനും ആവുന്നുണ്ട്. ATP ആണെങ്കിലും എങ്ങനെ? ATP അല്ല, കാർബൺ ആണെങ്കിലും ഫിക്സ്ഡ് കാർബൺ നമുക്ക് എങ്ങനെയാ? ലോസ് ആവുന്നുണ്ട് CO2ന്റെ ഫോമില്. കാരണം ഈ കാർബൺ ലോസ് ആവുന്ന സ്റ്റെപ്പ് ഏതാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൈസീൻ ടു സെറീൻ ആവുന്ന സ്റ്റെപ്പ് അറ്റ് ഏത് ഓർഗനിൽ നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന ഗ്ലൈസീൻ ടു സെറീൻ സ്റ്റെപ്പിലാണ് എന്ത് നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ലോസ്റ്റ് ആവുന്നത്. ഇത് ഓർഡറിലാണ്. ആദ്യം ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ പെറോക്സോം, പിന്നെ മൈറ്റോകോൺഡ്രിയ. ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ C2 സൈക്കിൾ നടന്നു. ആൻഡ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്താ? 1-ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് വിച്ച് ഇസ് എ 2 കാർബൺ കമ്പൗണ്ട്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് നമുക്കറിയാം 2 കാർബൺ കമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് അതിനെ C2 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ പേര് ഫോസ്ഫോഗ്ലൈക്കോലേറ്റ്, 1-ഫോസ്ഫോഗ്ലൈക്കോലേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഫോട്ടോ റെസ്പിറേഷൻ കഴിഞ്ഞു. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ജസ്റ്റ് എങ്ങനെ സമറൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറയും.
കുറച്ച് ഇന്റേണൽ അല്ലെങ്കിൽ പ്ലാന്റ് ഫാക്ടേഴ്സ് ഉണ്ട് ആൻഡ് കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടാണ്. ലൈറ്റ് വേണം ആൻഡ് ആഡിക്വേറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം, വാട്ടർ വേണം. ഇനി ഇന്റേണൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ലീഫിന്റെ ഏജ്, എത്ര പ്രായമുണ്ട്, സൈസ്, നമ്പർ, ഓറിയന്റേഷൻ എങ്ങനെയാ, ഇത്രയും കാര്യങ്ങൾ ലീഫിന്റെ. ആൻഡ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ ഉള്ളത്, അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് എത്ര മീസോഫിൽ സെൽസ് ഉണ്ട്, നമ്പർ ഓഫ് മീസോഫിൽ സെൽ, ആൻഡ് അതിന്റെ ക്ലോറോഫിൽ കണ്ടന്റ്, ആൻഡ് ഫൈനലി ഇന്റേണൽ CO2 കോൺസെൻട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ ഇന്റേണൽ പ്ലാന്റ് ഫാക്ടേഴ്സ് ആണ്. ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെ? CO2, ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ. ഇനി ലൈറ്റിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും എന്തൊക്കെ പറയും? ലൈറ്റിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ഡ്യൂറേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇന്റൻസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാന്ന് വെച്ചാൽ ഞാൻ പറയും ഇന്റൻസിറ്റി. കാരണം എന്താ? ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വാണ്ട അല്ലെങ്കിൽ ഫോട്ടോൺസ് ഇൻസിഡന്റ് എവിടെ? പെർ യൂണിറ്റ് ഏരിയ. ലൈറ്റിന്റെ എത്ര ക്വാണ്ട ആണ് യൂണിറ്റ് ഏരിയയിൽ ഇൻസിഡന്റ്, അതിനെ നമ്മൾ ഇന്റൻസിറ്റി എന്ന് വിളിച്ചു. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ, ലൈറ്റിന്റെ ഫാക്ടേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആൻഡ് എങ്ങനെ? ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഫോട്ടോ പീരീഡ് എന്ന് വെച്ചാൽ ലൈറ്റ് വന്ന് വീഴുന്ന ഡ്യൂറേഷൻ ഇമ്പോർട്ടന്റ് എങ്ങനെയാവുന്നത്? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അല്ല, പക്ഷെ ഓവറോൾ പ്രോസസ്സിനാണ് ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് ഇമ്പോർട്ടന്റ്. കാരണം നമുക്കറിയാം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഫോട്ടോസിന്തസിസ് മെയിൻലി ഡാർക്ക് റിയാക്ഷൻ ആണ്. ഡാർക്ക് റിയാക്ഷനിൽ ലൈറ്റിന് ആവശ്യമില്ല നമ്മൾ പറയുന്നു, പക്ഷെ ഓവറോൾ പ്രോസസ്സ്, അതായത് ലൈറ്റ് റിയാക്ഷന് ലൈറ്റ് നെസസറി ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓവറോൾ പ്രോസസ്സിന് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ക്വാളിറ്റി എങ്ങനെയാ? ക്വാളിറ്റി ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ 400 to 700 നാനോമീറ്ററില് വിസിബിൾ സ്പെക്ട്രത്തിലെ മാക്സിമം റെഡും ബ്ലൂവും മിനിമം ഗ്രീനും ആണ്. അങ്ങനെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആയിരിക്കണം. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് MCQ ഓറിയന്റഡ് ഇമ്പോർട്ടൻസ് സെന്റൻസ് പറഞ്ഞാൽ ലൈറ്റ് ഇസ് റെയർലി എ ലിമിറ്റിംഗ് ഫാക്ടർ. കാരണം എന്താ? ലൈറ്റ് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് റെയർ ആയിട്ട് കാണാനുള്ളൂ. കാരണം ലൈറ്റ് എല്ലായിടത്തും ഉള്ളതാണ് ആൻഡ് ആക്സസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രശ്നം വരുന്ന എവിടെയാ? ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത് ഷെയ്ഡി പ്ലാന്റ്സിലും പ്ലാന്റ്സ് അണ്ടർ കനോപ്പി ഓഫ് ഹെവി ട്രീസിന്റെ അടിയിൽ വരുന്ന പ്ലാന്റ്സിന് ലൈറ്റ് അങ്ങനെ അവർക്ക് ലൈറ്റിന്റെ ആക്സസിബിലിറ്റി കുറവാണ്. അപ്പൊ അവർക്കൊരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരും ആര്? ലൈറ്റ്. ആൻഡ് ഫോർ ഷെയ്ഡി പ്ലാന്റ്സ്. ആൻഡ് ഇനി എങ്ങനെയാ? ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ബ്ലാക്ക്മാന്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്താ പറയുന്നത്? For chemical process affected by more than one factor, its rate will be determined by the factor which is nearest to its minimal value. ഏറ്റവും കുറവുള്ള ഫാക്ടർ ആയിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ക്യാൻ ഡയറക്ട്ലി അഫക്ട് ദി പ്രോസസ്. അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ ബാക്കിയുള്ളതിന്റെ കൺസിഡറേഷൻ വലിങ്ങനെ എടുക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ മിനിമൽ വാല്യൂ ഉള്ള സാധനത്തിനാണ് മാക്സിമം ഡിറ്റർമിനിങ് പവർ ഉള്ളത് ആ കെമിക്കൽ പ്രോസസ്സിന്റെ. ഇനി നമ്മൾ ഓൾറെഡി കണ്ടു ഗ്രാഫ് ഓഫ് ലൈറ്റ് ഇന്റൻസിറ്റി ഓൺ ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം എങ്ങനെ റേറ്റ് ഓഫ് ഫോട്ടോ ലൈറ്റ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. C3 C4 എങ്ങനെയാ? C3 ആൻഡ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. C3 ആൻഡ് C4 പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്ന എങ്ങനെയാ? ഡിഫറെന്റ്ലി ആണ് ടു കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. ആൻഡ് ടെമ്പറേച്ചർ എങ്ങനെ ഇമ്പോർട്ടന്റ് ആണ്? ഡാർക്ക് റിയാക്ഷൻ എൻസൈമാറ്റിക് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. ആൻഡ് വാട്ടർ എങ്ങനെയാ? വാട്ടർ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താ പറ്റുക? സ്റ്റൊമേറ്റ അടയും. അപ്പൊ സ്റ്റൊമേറ്റ അടയുമ്പോൾ എന്താ പറ്റുക? CO2 അവൈലബിലിറ്റി കുറയും. അങ്ങനെ വാട്ടർ ഒരു ഫാക്ടറാണ്. ഇനി സമ്മറി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ഈ പഠിപ്പിച്ചൊക്കെ സമ്മറിയിലുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് എക്സസൈസിലേക്ക് കടക്കാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഒരു പ്ലാന്റിനെ നമ്മൾ എക്സ്റ്റേണലി നോക്കിയിട്ട് can you tell whether a plant is C3 or C4?
വൈ ആൻഡ് ഹൗ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് പുറത്തുനിന്ന് ഒരു പ്ലാന്റിനെ നോക്കിയാൽ അതിന് നമുക്ക് C3 ആണോ C4 ആണോ എന്ന് പറയാൻ പറ്റും. അതിന്റെ ആൻസർ എന്താ? നമുക്കറിയാം എക്സ്റ്റേണൽ മോർഫോളജി നോക്കിയാൽ നമുക്ക് ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല പ്ലാന്റ്സിന്. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, എങ്ങനെ ഡ്രൈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഞാൻ C4 പാത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഡ്രൈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നടക്കാൻ പറ്റുന്ന ഒരു കുറച്ചൊരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ C4 പാത്വേ ആണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നടക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡ്രൈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഒരു പ്ലാന്റ് കണ്ടാൽ നമുക്കൊരു 60-70% പറയാൻ പറ്റും അത് C4 പാത്വേ അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അങ്ങനെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് എക്സ്റ്റേണൽ മോർഫോളജി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റേണൽ സ്ട്രക്ചർ നോക്കിയിട്ട് ഒരു പ്ലാന്റ് C3 ആണോ C4 ആണോ എന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെയാ പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറയാൻ പറ്റും. കാരണം എന്താ, C4 പ്ലാന്റ്സിന് ക്രാൻസ് അനാറ്റമി ഉണ്ട്, അതായത് റീത്ത് ലൈക്ക് അല്ലെങ്കിൽ ക്രൗൺ ലൈക്ക് അനാറ്റമി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്രാൻസ് അനാറ്റമിനെ വിളിച്ചു. ആൻഡ് C4 പ്ലാന്റ്സിന് എങ്ങനെയാ, ബണ്ടിൽ ഷീറ്റ് ഉണ്ട് നടുക്ക്, ആൻഡ് വാസ്കുലർ ബണ്ടിൽസിന്റെ ഏറ്റവും നടുക്ക് അതിനെ ചുറ്റി എന്തുണ്ട്, ബണ്ടിൽ ഷീറ്റ് വരുന്നുണ്ട്. ആൻഡ് ഈ ബണ്ടിൽ ഷീറ്റിൽ എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താ, C4 പ്ലാന്റ്സിന് മീസോഫിൽ സെൽസ് ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ഇൻ ടു സ്പോഞ്ചി ആൻഡ് പാലിസേഡ് പാരൻകൈമ പോസസിങ് ലെസ് ഇന്റർസെല്ലുലാർ സ്പേസ്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് C3 പ്ലാന്റ്സിൽ എങ്ങനെയാ, bundle sheath does not exhibit chloroplast and the mesophyll cells of leaves are differentiated into spongy and palisade. Bundle sheath എങ്ങനെയാ, അവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, ആൻഡ് mesophyll cells of the leaves are differentiated into spongy and palisade. ആ ഡിഫറൻഷിയേഷൻ C4 പ്ലാന്റ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, even though very few cells in C4 plant carry out biosynthetic Calvin pathway, yet they are highly productive. എങ്ങനെയാ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് C4 പ്ലാന്റ്സിന് ഇത്രയും പ്രൊഡക്ടിവിറ്റി. ഒരു 7 പോയിന്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. C4 പ്ലാന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താ, എന്തുകൊണ്ടാ, കാരണം ഇതാണ് അതിന്റെ ആൻസർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡിസ്കഷൻ ഞാൻ ഒന്നുകൂടി പറയാണ്. അവർക്ക് CO2 കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, റാപ്പിഡ് റേറ്റ് ഓഫ് കാർബൺ അസിമിലേഷൻ, ആൻഡ് സ്റ്റൊമാറ്റോ അടച്ചിരുന്നാലും C4 പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ദെയർ റേറ്റ് ഓഫ് നെറ്റ് ഫോട്ടോസിന്തസിസ് ഇസ് അറ്റ് ഫുൾ സൺലൈറ്റ്. ബാക്കി 7 പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തോളാം. ആൻഡ് അടുത്തത്, Rubisco is an enzyme that acts both as a carboxylase and oxygenase. Why do you think Rubisco carries out more carboxylation in C4 plants? നമുക്കറിയാം C4 പ്ലാന്റ്സ് കുറച്ചും കൂടി എങ്ങനെയാ എഫിഷ്യന്റ് ആണ് നമ്മൾ വിളിച്ചു. കാരണം എന്താ, അവർക്ക് കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിക്കും. ആൻഡ് അതിന്റെ ആൻസർ എന്തായിട്ട് വരും, എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം Rubisco മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ആണ് and can bind to oxygen and CO2, but it has more affinity for CO2. കോമ്പറ്റീറ്റീവ് ബൈൻഡിങ് കൊണ്ട് CO2 ആണ് ഓക്സിജനെ കാട്ടിയും കൂടുതൽ. പക്ഷേ C4 പ്ലാന്റ്സിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല, അപ്പോ ലോസ് ഓഫ് കാർബൺ എങ്ങനെ ഉണ്ടാവുന്നില്ല ഇൻ ദ ഫോം ഓഫ് CO2. ആൻഡ് CO2 കോൺസെൻട്രേഷൻ കൂടാണ് എൻസൈം സൈറ്റില്. എങ്ങനെ, ഡ്യൂ ടു സ്പ്ലിറ്റിംഗ് ഓഫ് C4 ആസിഡ് ഇൻ മീസോഫിൽ സെൽ. C4 സൈക്കിൾ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. CO2 കുറച്ച് റിലീസ് ആവുന്നുണ്ട് ഒരു സ്റ്റെപ്പില്, എങ്ങനെ, ഏത് സെല്ല് ബണ്ടിൽ ഷീറ്റിൽ വെച്ച്. അതുകൊണ്ട് CO2 കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. അങ്ങനെ കൂടുമ്പോൾ കാർബോക്സിലേസ് ആക്ടിവിറ്റി കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നടക്കും. കാരണം എന്താ, ഓൾറെഡി CO2 ഇന്റേർണലി റീപ്ലനിഷ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കോമ്പറ്റീറ്റീവ് ബൈൻഡിങ് ഉള്ളത് കൊണ്ട് Rubisco കുറച്ചും കൂടി കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തുകൊണ്ടിരിക്കും ആൻഡ് ഫോട്ടോസിന്തസിസ് നടത്തിക്കൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് there were plants that had a high concentration of chlorophyll B but chlorophyll A lack ചെയ്തിരിക്കുന്ന പ്ലാന്റ്. ഇനി അവർക്ക് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുമോ? ആൻഡ് വൈ ഡു പ്ലാന്റ്സ് ഹാവ് chlorophyll B and other auxiliary pigments? അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറയുന്നു, രാജാവ് ഒരു കിങ്ഡത്തിൽ എല്ലാ പണിയും എടുക്കില്ല. കാരണം അവർക്ക് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത പണി നമ്മൾ ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ള ഭടന്മാർക്കും മന്ത്രിമാർക്കും കൊടുക്കും. ഇനി അതേപോലെ തന്നെ ക്ലോറോഫിൽ A അബ്സോർബ് ചെയ്യാത്ത ലൈറ്റിന്റെ ഡിഫറെന്റ് വേവ് ലെങ്ത്സ് അബ്സോർബ് ചെയ്യാനാണ് ബാക്കിയുള്ള ആക്സസറി പിഗ്മെന്റ്സ്. അപ്പൊ അതിന് ആൻസർ എന്ത് വരും? ക്ലോറോഫിൽ A ഇസ് എ റിയാക്ഷൻ സെന്റർ. അവരെന്താ ചെയ്യാ? സോളാർ എനർജീനെ കെമിക്കൽ എനർജി ആക്കും. ഇനി നമുക്ക് ഓൾറെഡി അറിയാം PS1 PS2 എങ്ങനെയാ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നതെന്ന്. ആൻഡ് ക്ലോറോഫിൽ A ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടത്താൻ പറ്റുമോ ഫോട്ടോസിന്തസിസ്?
ഇല്ല. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോഫിൽ ബി അഗെയിൻ ഒരു ആക്സറി പിഗ്മെന്റ് ആണ്. റിയാക്ഷൻ സെന്റർ ഇല്ലാണ്ട് ഒരു പ്രോസസ്സും നടക്കില്ല. കാരണം റിയാക്ഷൻ സെന്ററിലാണ് PS1 PS2 ഒക്കെ നടന്ന് ഹോൾ നോൺ സൈക്ലിക്കും സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ സെന്റർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലോറോഫിൽ എ ഇല്ലെങ്കിൽ എന്ത് പറ്റും? നടത്താൻ പറ്റില്ല ഫോട്ടോസിന്തസിസ് എഫക്റ്റീവ്ലി. ഇനി why is the color of a leaf kept in dark, frequently yellow or pale green? Which pigment do you think is more stable? എന്തുകൊണ്ടായിരിക്കും കളർ മാറുന്നത്? കാരണം ഡാർക്കിൽ വെച്ചാൽ അവർക്ക് ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഈ പിഗ്മെന്റ് ക്ലോറോഫിൽ എന്താവും? അതിന്റെ സ്റ്റെബിലിറ്റി ലൂസ് ചെയ്യും. സ്റ്റെബിലിറ്റി ലൂസ് ചെയ്യുമ്പോൾ അവർ കളർ ചേഞ്ച് വന്ന് അതൊക്കെ യെല്ലോ അല്ലെങ്കിൽ പെയിൽ ഗ്രീൻ ആവും. കാരണം നല്ല ഹൈലി സ്റ്റേബിൾ ക്ലോറോഫിലാണ് നല്ല ഗ്രീൻ കളർ. And on the other hand, carotenoids found in all photosynthetic cells are more stable. എങ്ങനെ? കരോട്ടിനോയിഡ്സിനാണ് കുറച്ചുകൂടെ സ്റ്റേബിൾ. നമ്മൾ കരോട്ടിനോയിഡ്സിന്റെ വേറൊരു പേരുകൊണ്ട് വിളിച്ചത് ഷീൽഡിങ് പിഗ്മെന്റ്സ് എന്ന് വിളിച്ചിരുന്നു. ഷീൽഡ് പിഗ്മെന്റ്സ് അതെങ്ങനെയാ? നമ്മുടെ മെയിൻ പിഗ്മെന്റ് ആയ ക്ലോറോഫിലിന് ഫോട്ടോ ഓക്സിഡേറ്റീവ് ഡാമേജ് വരാണ്ടിരിക്കാൻ, അതായത് റിയാക്ഷൻ സെന്ററിനെ പ്രൊട്ടക്ട് ചെയ്യും ഫ്രം ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി. അതുകൊണ്ട് കരോട്ടിനോയിഡ്സ് മോർ സ്റ്റേബിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദി ലീവ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് ഓൺ ദ ഷെയ്ഡി സൈഡ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ലീവ്സ് ഓൺ എ സണ്ണി സൈഡ്. അല്ലെങ്കിൽ സൺലൈറ്റിലും ഷെയ്ഡിലും വേറെ വേറെ പ്ലാന്റ്സ് വെച്ചാൽ അതിനെ കമ്പയർ ചെയ്താൽ ഏതിനായിരിക്കും കുറച്ചും കൂടി ഡാർക്കർ ഗ്രീൻ കളർ? ഇനി എന്തുകൊണ്ടാണ്? അതെങ്ങനെയാ? ഷെയ്ഡിലെ ലീഫിന് എന്താ പറ്റുക? ഇൻ ലീവ്സ് ഇൻ ഷെയ്ഡ് ഹാവ് മോർ ക്ലോറോഫിൽ ടു ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ് എഫിഷ്യന്റ്ലി. പക്ഷേ എങ്ങനെയാ? സ്ട്രോങ് ലൈറ്റ്, വെരി ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി നമുക്കറിയാം ഓറിയന്റേഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെൽ ഇറഗുലർ ആവും ആൻഡ് വെർട്ടിക്കലി അറേഞ്ച്ഡ് ആവും, അതായത് പെർപെൻഡിക്കുലർ ടു ദ വാൾസ്. ആൻഡ് വെരി ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി ക്ലോറോപ്ലാസ്റ്റിന്റെ ഫോട്ടോ ഓക്സിഡേഷൻ കൂടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ വെക്കുമ്പോ നമുക്കറിയാം ഷെയ്ഡിലുള്ളതാണ് കുറച്ചും കൂടി ഡാർക്കർ ഇൻ കളർ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളേർഡ് ഡ്യൂ ടു എന്തുകൊണ്ട്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോഫിൽ. എന്താ? ഷെയ്ഡിൽ വെക്കുമ്പോൾ എന്താ പറ്റുക? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോഫിൽ. വെരി സ്ട്രോങ് ലൈറ്റ് ഇന്റൻസിറ്റിയിൽ എന്താ പറ്റുക? ഓറിയന്റേഷൻ മാറും ആൻഡ് കുറച്ച് ഫോട്ടോ ഓക്സിഡേറ്റീവ് ഡാമേജിന്റെ സാധ്യത ഒക്കെ കൂടുതലാണ്. ഇനി കമ്പയർ ചെയ്യാനാണ്. എങ്ങനെ? C3 C4 പാത്ത് ഞാൻ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. നോട്ട്സിലും ഞാൻ എഴുതിയിരുന്നു. C3 C4 പാത്വേന്റെ ഡിഫറൻസ് എന്താ? ആദ്യത്തെ CO2 അക്സെപ്റ്റർ RUBP, C4 PEP ആൻഡ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് നമുക്കറിയാം ഏതാ? ഫോസ്ഫോഗ്ലിസറിക് ആസിഡും C4 ഓക്സാലോഅസറ്റേറ്റും ആണ്. ആൻഡ് C3 പാത്വേ മീസോഫിൽ സെൽസിൽ നടക്കും ആൻഡ് C4 പാത്വേ മീസോഫിലും ബണ്ടിൽ ഷീറ്റിലും നടക്കും. C3 പാത്വേയില് റേറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അസിമുലേഷൻ സ്ലോ ആണ്. പക്ഷെ C4 പാത്വേയില് ഹൈലി എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിരിക്കും. സൈക്ലിക്കും നോൺ സൈക്ലിക്കിനെയും ഡിഫറൻസും ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ? സൈക്ലിക് PS1 നടക്കും. അതിൽ ആക്റ്റീവ് റിയാക്ഷൻ സെന്റർ എങ്ങനെയായിരിക്കും? ആക്റ്റീവ് റിയാക്ഷൻ സെന്റർ P700 ആയിരിക്കും ആൻഡ് ഓൺലി ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്സിജൻ എവല്യൂഷൻ ഇല്ല. ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സൈക്ലിക്, ആ പേര് പോലെ തന്നെ ലിറ്ററൽ മീനിങ്ങിൽ നോക്കുകയാണെങ്കിൽ സൈക്ലിക് മാനറിലാണ് നടക്കാം. നോൺ സൈക്ലിക്കില് PS1 PS2 ഉണ്ട്. ആക്റ്റീവ് റിയാക്ഷൻ സെന്റർ ഏതാ? P680 ആൻഡ് P700 കൂടി ഇൻവോൾവ് ആണ് നോൺ സൈക്ലിക്. അതുകൊണ്ടാണ് അതിനെ Z സ്കീം എന്ന് വിളിച്ചത്. ആൻഡ് അവര് എന്തൊക്കെ ഉണ്ടാക്കും? ATP ഉണ്ടാക്കും, NADPH ഉണ്ടാക്കും. വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിജൻ കൂടി റിലീസ്ഡ് ആവും. പേര് പോലെ തന്നെ നോൺ സൈക്ലിക് മാനറിലാണ് നടക്കുക. ആൻഡ് ഇനി അനാറ്റമി ഓഫ് ലീഫ് ഇൻ C3 ആൻഡ് C4 പ്ലാന്റ്സ് നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം C3 പ്ലാന്റ്സിൽ ക്രാൻസ് അനാറ്റമി ഇല്ല, C4 പ്ലാന്റ്സിൽ ക്രാൻസ് അനാറ്റമി ഉണ്ട്. ഇനി C3 പ്ലാന്റ്സിൽ റുബിസ്കോ എവിടെയായിരിക്കും? മീസോഫിൽ സെൽസിലായിരിക്കും. പക്ഷെ C4 പ്ലാന്റ്സിൽ റുബിസ്കോ ബണ്ടിൽ ഷീറ്റ് സെൽസിലായിരിക്കും. മീസോഫിൽ സെൽസ് ഹാവ് എങ്ങനെ? ഇന്റർ സെല്ലുലാർ സ്പേസ്. പക്ഷെ C4 പ്ലാന്റ്സിൽ എങ്ങനെയാ? മീസോഫിൽ സെൽസിന്റെ ഇടയിൽ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഇല്ല. ഇനി C3 പ്ലാന്റ്സിൽ എങ്ങനെയാ? ക്ലോറോപ്ലാസ്റ്റ് സിംഗിൾ ടൈപ്പ് ആയിരിക്കും, പക്ഷെ C4 പ്ലാന്റ്സിൽ ഡൈമോർഫിക് ആയിരിക്കും. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതോടെ 8th ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടില്ല. 8th ക്വസ്റ്റ്യൻ എങ്ങനെയാ? നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. ഒരു ഹോംവർക്ക് കൊണ്ട് ആ 8th ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം.
അപ്പോൾ ഞാൻ മോസ്റ്റ്ലി എന്താ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയതുകൊണ്ട് ഇഗ്നോർ ചെയ്യരുത്. അവിടെ നിന്ന് പല ക്വസ്റ്റ്യൻസും NCERT സെന്റൻസ് വൈസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയേഴ്സിൽ. ആൻഡ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, ഈ ടേബിളും ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്തോളാം. ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്താണ് എല്ലാ പോയിന്റ്സും. അത് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതാനുള്ളതേ ഉള്ളൂ. ഫോട്ടോ റെസ്പിറേഷൻ ഡിസ്കസ് ചെയ്തു, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഡിസ്കസ് ചെയ്തു. അതോടെ ഇന്നത്തെ ക്ലാസ് തീരാണ്. അങ്ങനെ ഫോട്ടോസിന്തസിസ് ചാപ്റ്ററും ഫിനിഷ് ചെയ്തു. താങ്ക് യു.